അപ്പോൾ നമുക്ക് മാതൃക ടൗൺഷിപ്പിലെ മാതൃക വീട്ടിലേക്ക് കടക്കുകയാണ്. മന്ത്രിമാരുണ്ട്, ഒപ്പം കളക്ടറുണ്ട്. മാതൃക വീടെന്ന് പറയുമ്പോൾ ആ വീട് അതൊരു പ്രതീക്ഷയുടെ കൂടി മാതൃകയായി മാറുകയാണ്. ആ പ്രതീക്ഷ അത് പൂർണ്ണമായും സഫലമാകാൻ 4 മാസത്തിനുള്ളിൽ കഴിയും എന്ന മന്ത്രി പറയുന്ന വാക്കുകളെ നമ്മൾ പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കുകയുമാണ്. ഒരു കൊച്ചു വീട് അത് ഓരോ മനുഷ്യൻ്റെയും സ്വപ്നമാണ്. ആ വീടിൻ്റെ 4 ചുവരുകൾക്കപ്പുറം അതിൽ താമസിക്കുന്നവരുടെ സന്തോഷം കൂടി പൂർത്തിയാകുമ്പോഴാണ് ആ വീട് പൂർണ്ണമായും യാഥാർത്ഥ്യമാവുക. അങ്ങനെയുള്ള ഒരു യാഥാർത്ഥ്യമാകലിനായി, കാരണം എല്ലാം ഒലിച്ചുപോയ മനുഷ്യരാണ്, അവിടെ കല്ലും മണ്ണും മാത്രമായി തങ്ങൾ ഉണ്ടാക്കിയ കിടപ്പാടം കിടക്കുന്നത് കണ്ട് ഉള്ളുലഞ്ഞു പോയ മനുഷ്യരാണ്. ആ മനുഷ്യർക്കിടയിലേക്കാണ് ഇതുപോലെയുള്ള വീടുകൾ ഉയരുന്നത്. ഇപ്പോൾ ആ മാതൃകാ വീട്ടിലേക്ക് നമ്മളും കയറുകയാണ്, റിപ്പോർട്ടർ വാർത്താ സംഘവും കയറുകയാണ്. ഇത് നമുക്ക് ഒരുപാട് പ്രതീക്ഷയുള്ള സ്ഥലമാണ്. ഇതുപോലെയുള്ള വീടുകൾ, ഈ വീട്ടിലേക്ക് കടന്നു വരുന്ന ഇതുപോലെയുള്ള വീടുകളിലേക്ക് കടന്നു വരുന്ന മനുഷ്യർക്ക് അവരുണ്ടാക്കിയ കിടപ്പാടത്തിൻ്റെ ഒരു മാതൃകയല്ല എങ്കിൽ പോലും അവർക്ക് ജീവിക്കാൻ അന്തിയുറങ്ങാനുള്ള ഒരു കിടപ്പാടമാകുന്നതെന്നാണ്. അങ്ങനെ മാതൃകാ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു. അതിൻ്റെ കാര്യങ്ങൾ മന്ത്രി വിശദീകരിക്കുകയാണ്. അതിലേക്ക് പോകാം. എങ്ങനെയുള്ള പെയിന്റിംഗ് ആണ് ചെയ്തിരിക്കുന്നത്, അതുപോലെ തന്നെ ഘടനാപരമായ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ, അതൊക്കെയാണ് മന്ത്രി ഇപ്പോൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പ്രതീക്ഷ നൽകുന്ന ഒരു കൂര, ഒരു കിടപ്പാടം, അതാണ് നമ്മൾ കാണുന്നത്. ആദ്യത്തെ മുറിയിലേക്ക് നമുക്കും ഒപ്പം കയറാം. എല്ലാ കാര്യങ്ങളും കൃത്യമാണോ, പെർഫെക്റ്റ് ഓക്കെ ആണോ എന്ന് നോക്കുകയാണ് മിനിസ്റ്റർ. എല്ലാം പെർഫെക്റ്റ് ഓക്കെ അല്ലേ? കൺസ്ട്രക്ഷനൊക്കെ അല്ല, ഏഷ്യൻ പെയിൻസിന്റെ കേളുമിനിസ്റ്റർ പരസ്യമാകും. 10 വർഷത്തെ ഗ്യാരണ്ടിയുള്ള ഉപകരണങ്ങളാണെന്നാണ് അരുൺ പറയുന്നത്. നല്ല ഒറിജിനലാണ് കേളുമിനിസ്റ്റർ. ഞാൻ നോക്കി, നല്ല ഒറിജിനൽ ഉപകരണങ്ങളാണ്. 10 വർഷത്തെ ഗ്യാരണ്ടിയാണ് പറയുന്നത്. പെയിന്റ് 7 വർഷത്തെ ഗ്യാരണ്ടി അല്ലേ? പെയിന്റിന് 7 വർഷത്തെ ഗ്യാരണ്ടി ഉണ്ട്. ഒന്നും എന്തുകൊണ്ട് ഇത്ര കാശെന്ന് ചോദിച്ചത് വന്നു നോക്കി. കളക്ടർ അതിന്റെ പറഞ്ഞപ്പോൾ ഉപകരണങ്ങളൊക്കെ നോക്കുകയാണ്. എല്ലാം ഓക്കെ അല്ലേ? ആയതുകൊണ്ട് അതാണ് ആദ്യം ടോയ്ലറ്റ് ഒക്കെ കൃത്യമായി നോക്കുന്നത്. ഞാൻ കളക്ടറോട് പറഞ്ഞു, പഠന റൂം കാണുമ്പോൾ ഒന്നുകൂടി കോളേജിൽ പഠിച്ചാലൊന്ന് തോന്നുന്ന വിധത്തിലുള്ള. മിസ്റ്റർ, ഇപ്പോൾ ഒരുക്കങ്ങൾ എല്ലാം അവസാന ഘട്ടത്തിൽ എത്തിക്കാൻ നമുക്ക് സാധിച്ചു. ഇനിയിപ്പോൾ ഒരു 4 മാസത്തിനുള്ളിൽ ഈ വീടുകളിലേക്ക് ആളുകളെ താമസിപ്പിക്കുക, അതൊരു വലിയ ദൗത്യമല്ലേ? തീർച്ചയായിട്ടും നമുക്ക് ഈ ഡിസംബർ ജനുവരി ആകുമ്പോഴത്തേനും എല്ലാം പൂർത്തീകരിച്ച് സാധിക്കും. അപ്പോൾ അങ്ങനെ ഇതാണ് നമ്മുടെ മാതൃകാ വീട്. ആ വീട് ഒരുങ്ങിയിരിക്കുന്നു. അവിടേക്ക് മന്ത്രിമാർ 2 പേരും അതോടൊപ്പം തന്നെ കളക്ടറുമുണ്ട്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ മുറിയുടെയും ഗുണനിലവാരം എത്രത്തോളമാണ്, അതിൻ്റെ പെയിൻറ്റിംഗ് അടക്കം ഓരോ കാര്യങ്ങളും എടുത്തെടുത്ത് നോക്കുകയാണ് മന്ത്രി. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനുശേഷം ഉള്ള വീടുകളുടെ, അതായത് അവയുടെ അടിത്തറയടക്കം തയ്യാറായി കിടക്കുന്നത് നമ്മൾ കണ്ടു. ഒരുപക്ഷേ 4 മാസം എന്ന് പറയുന്നത് പുതുവർഷത്തിലേക്കുള്ള ഒരു കാത്തിരിപ്പായിരിക്കും അല്ലേ സാനിയോ? പുതുവർഷം, അതെ, പുതുവർഷം പുതിയ വീട്ടിൽ എന്നുള്ളതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. 4 മാസം കൂടി കാത്തിരുന്നാൽ പുതിയ വീട്ടിൽ താമസിക്കാം എന്നുള്ളത് തന്നെയാണ്. അഭിജിത്ത്, പുതിയ വീട്ടിൽ കയറിയപ്പോഴേക്കും നമ്മൾ വീട്ടിൽ കയറിക്കൂടൽ ഉണ്ടായിട്ടുണ്ടോ? അഭിജിത്ത് ജനിച്ചതിന് ശേഷം പുതിയ വീട് വെച്ചിട്ടുണ്ടോ, അതോ പണ്ട് വെച്ച വീട്ടിൽ തന്നെയാണോ? 1ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് എൻ്റെ പുതിയ വീട് ഉണ്ടാക്കുന്നത്. ആ ഒരു സന്തോഷം ഈ വീട്ടിൽ കയറിയപ്പോൾ തോന്നിയോ? തീർച്ചയായും വളരെ സന്തോഷമാണ്. നമ്മളിപ്പോൾ കയറിയപ്പോൾ തന്നെ നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ കുറച്ച് ഞാൻ ജോലി കിട്ടിയതിന് ശേഷം ആദ്യമായിട്ട് വാങ്ങിയ ഫ്ലാറ്റിൽ കയറിയ ഏഷ്യാനെറ്റിൽ വെച്ചിട്ട് ആ ഒരു സന്തോഷമാണ് ഈ വീട്ടിൽ കയറുമ്പോൾ. അതുപോലെ തന്നെ ആയിരിക്കും അല്ലേ ഇനി ചുറ്റുപാടുമുള്ള വീടുകളെല്ലാം ഉയർന്ന ഒരു കമ്മ്യൂൺ അല്ലേ, ഒരു സമൂഹം എന്ന രീതിയിലുള്ള അതിജീവനം. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ അത് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുമെന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ഈ ഊരാളുകളുമായി ബന്ധപ്പെട്ട ആളുകളെ കൂടി നമുക്കൊന്ന് കാണണം. ഇതൊക്കെ പണിത് തീർക്കുമോ എന്ന് ചോദിക്കണം. അപ്പോൾ അവർ പുറത്തുണ്ട്. ഇതിനെപ്പറ്റിയൊക്കെ അവരെ നിർമ്മാണമൊക്കെ അവരാണ് കൂടുതൽ വിശദമായ രീതിയിൽ പറയാൻ പറ്റുന്ന ആൾക്കാർ.